നമ്മൾ മക്കളെ വെച്ച് സ്വപ്നം കാണരുത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ശ്രീനിവാസൻ എന്ന അച്ഛൻ എങ്ങനെയാണ് മക്കളോട്? അവര് രണ്ടുപേരും സിനിമയിൽ വരാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല. കാരണം നമ്മളെന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിച്ചു, അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവണം. മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം ഗുണം ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. വിനീത് എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് സജീവമായിട്ട് സിനിമയിലേക്ക് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി. ധ്യാനം എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്, അവൻ പാസ്സായിട്ടില്ല. പക്ഷെ സപ്ലിയാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. 4-5 കൊല്ലം പഠിച്ചു. ഒരു ദിവസം ഫോണിൽ ഭയങ്കര കരച്ചിൽ ഇവന്റെ വക. ഞാൻ ഏതോ ലൊക്കേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ധ്യാനം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഒറ്റ കരച്ചിൽ ഫോണിൽ. എനിക്കിവിടെ ശരിയാവുന്നില്ല, എനിക്ക് VIT പോകണമെന്ന്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെയാണ് എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ, അവിടെയാണ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ. എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം നീ കരച്ചിൽ നിർത്ത്, നമുക്ക് എങ്ങോട്ടും പോകാലോ, അതിന് കരയേണ്ട യാതൊരു ആവശ്യമില്ല, നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം അവിടെ പോയിട്ട് പിന്നെ 4 കൊല്ലം എവിടെയായിരുന്നു? വെല്ലൂരായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മക്കളെ വെച്ച് സ്വപ്നം കാണരുത്. മക്കളെ കണ്ട് മാമ്പ് കൊണ്ട് മോഹിക്കരുത്. അതായത് ഏതോ അച്ഛനമ്മമാർ പലപ്പോഴും അവർക്കാവാൻ പറ്റാത്തതൊക്കെ മക്കളാവട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. മക്കളെ ഡോക്ടറാക്കണം, നമുക്കാവാനോ പറ്റിയില്ല, അതുകൊണ്ട് ഇവനെ ആക്കി കളയാം എന്ന് പറഞ്ഞിട്ട് യാതൊരു താല്പര്യമില്ലാത്തവനെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പിടിച്ച് നിർബന്ധിച്ചിട്ട് അവന് താല്പര്യമില്ലാത്ത വിഷയം പഠിപ്പിക്കും. എന്നിട്ട് അവൻ തന്നെ അറിയില്ല അവൻ ഇതാണോ പഠിക്കേണ്ടതെന്ന്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്.